ഹലോ, അസ്സാം വലൈക്കും. അലിഡീല ഫുഡ് ട്രാക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്പി ക്രംബ്ഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ പോസ്റ്റുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്പി ക്രംബ്ഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ചിക്കൻ്റെ ബ്രസ്റ്റാണ് കേട്ടോ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 2 സ്ലൈസ് ആക്കിയിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ചിക്കന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബട്ടർഫ്ലൈ ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്യുക. ഇങ്ങനെ ആക്കിയാലും മതി, പക്ഷെ നമ്മൾ ചിക്കനൊന്ന് വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 2 സ്ലൈസ് ആക്കിക്കാണ്ട് മുറിക്കണത്. ഇതുപോലെ എൻ്റെ ചിക്കനൊക്കെ ഏകദേശം ഇങ്ങനെ മുറിഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ മുറിക്കേണ്ടത്. ഇതേപോലെ മുറിച്ചെടുക്കണം. ഇനി ക്ലീൻ ഫിലിം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊന്ന് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് മീറ്റ് റൈസർ കൊണ്ട് നമുക്ക് ഈ ചിക്കനൊന്ന് അടിച്ചു പരത്തണം. നന്നായിട്ടൊന്ന് അടിച്ചു പരത്തട്ടോ. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അടിച്ചു പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചിക്കൻ ഇവിടെ മുറിഞ്ഞു പോകരുത്. അങ്ങനത്തെ രീതിയിൽ വേണം അടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചു പരത്താം. ഇനിയിപ്പോൾ മീറ്റ് റൈസർ കയ്യിലില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ കല്ല് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒന്ന് അടിച്ചു പരത്തിയാലും മതി. ഇതുപോലെ 2 പീസും ഇതുപോലെ അടിച്ചു പരത്തുക. എന്നിട്ട് ഇതിൻ്റെ മറ്റേ ഭാഗവും അതുപോലെ തന്നെ അടിച്ചു പരത്തുക. നമ്മളിതിങ്ങനെ അടിച്ചു പരത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കന് സോഫ്റ്റായി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിക്കന് പെട്ടെന്ന് കുക്കായി കിട്ടാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടിച്ചു പരത്തി ലെവലാക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് അടിച്ചു പരത്തി ലെവലായി വന്നിട്ടുണ്ട്. ഇനി ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് ക്രഷ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിച്ചതില്ലാത്ത കാരണം ഞാനിങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഉള്ളിൽ ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് ഇത് തേച്ച് ഒന്ന് ലെവലാക്കാം. എന്നിട്ട് അതിൻ്റെ മറുവശവും നമുക്കതുപോലെ തന്നെ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്കിതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 4 ബ്രെഡിൻ്റെ ആവശ്യമില്ല, 3 എടുത്താലും മതി. അതിലേക്ക് തന്നെ നമുക്ക് 4 മുട്ട വേണം. അപ്പോൾ 4 ബ്രെഡിന് 4 മുട്ട, 3 ബ്രെഡാണെങ്കിൽ 3 മുട്ട ആയാലും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില വേണം. ഞാൻ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പാഴ്സലിയാണ്. ഇത് കണ്ടാൽ മല്ലിയിലയാണെന്ന് തോന്നും, പക്ഷെ മല്ലിയില അല്ല കേട്ടോ, ഇത് പാഴ്സലിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്താൽ മതി. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ബ്രെഡ് ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പാഴ്സലി അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. 2 കറക്കം മതി. അതിൽ കൂടുതലൊന്നും നമ്മൾ പൊടിച്ചെടുക്കരുത്. കൂടുതൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രെഡ് കട്ട കുത്തും. ഇനി ഈ ബ്രെഡ് ഒന്ന് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നാലുള്ള നമുക്ക് ചിക്കനൊന്ന് ഡിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ മുട്ടകളൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒറിഗാനോ ആണ്. ഒറിഗാനോ വേണമെന്നൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ചേർത്തു എന്നുള്ളൂ. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്ത് മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പരന്ന പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നെക്സ്റ്റായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മൈദപ്പൊടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ഉപ്പ് എത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെയുള്ളതിലൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ അത്യാവശ്യം 1 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ ഒന്ന് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മൈദപ്പൊടിയിലൊന്ന് ചിക്കന് ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഈ മൈദപ്പൊടി ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒന്ന് തേച്ച് ഇതാക്കുക. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുടഞ്ഞതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് ഒന്ന് ഇട്ടിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മുക്കിയതിന് ശേഷം എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ബ്രെഡ് ക്രംസ് ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് മറിച്ചിട്ടും ഇതാക്കിയിട്ടും ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് തേച്ചിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗങ്ങളും ഒന്ന് തേച്ച് വേണ്ട വെക്കുക. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡിലെ ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല, ചിക്കനും കാണുന്നില്ല. അപ്പോൾ നന്നായിട്ട് അതിലൊന്നാകെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറുവശവും ഇതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ മറ്റേ ചിക്കൻ്റെ പീസും കൂടി നമ്മൾ അതുപോലെ സെയിം പ്രോസസ്സിൽ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ തേച്ച് പിടിച്ച് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഞാൻ ഓൾറെഡി 4 ബ്രെഡ് എടുത്ത കാരണമാണ് ഇന്ത്യയിൽ ബാക്കി ബ്രെഡ് ക്രംസ് ഇത്രയൊക്കെ വന്നത്. അതുകൊണ്ട് 4 പകരം 3 എടുക്കുക, 3 മുട്ട എടുക്കുക. ഇപ്പോൾ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്താണ്ട് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസൊക്കെ പിടിച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്താലും മതി. ബട്ടർ ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും മതി. ഇനി അതും ഇല്ലെങ്കിൽ സാധാ ഓയിൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എണ്ണ നല്ല തിളച്ച എണ്ണയേക്കാരം, ശരീരത്തിൽ പോവാതെ വേണം നിങ്ങൾ ചിക്കനൊന്ന് ഇടേണ്ടത്. പിന്നെ നമ്മൾ ചിക്കന് ഇടുമ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിൽ ബ്രെഡ് ക്രംസ് കൊണ്ടാണ് നമ്മളിത് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോട്ടിങ് ചെയ്ത ഭാഗം വേണമെങ്കിലും നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഇനി എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ്, ഓരോ വശങ്ങളും 7 മിനിറ്റായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മറ്റ് ചിക്കൻ്റെ പീസും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചിക്കനൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് 7 മിനിറ്റായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഭാഗങ്ങളിലും എണ്ണ എത്തുന്നവരെ ഒന്നാണ് കുക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ആദ്യം ഇടുന്ന അതേപോലെ തന്നെ പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കരിയാതെ വേണം നമ്മൾ അടുത്ത സൈഡും മറിച്ചിട്ട് കൊടുക്കേണ്ടത്.
പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കനൊന്ന് വെന്തിക്കണോ എന്നത് നോക്കും വേണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരം ചില ചിക്കന് നമുക്ക് കൂടുതൽ സമയം എടുത്തിട്ട് വേണ്ടി വരും വേവിക്കണമെങ്കിൽ. ചിലത് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ല, കുറഞ്ഞ സമയത്തിൽ കൂടെ നമുക്ക് ചിക്കനൊന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഇതായി. കരിയാതെ എന്തുണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഇതിലെത്തിക്കണം. അധികം ഒന്നും കരിയാത്ത പരുവത്തിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ആ ഭാഗം ഒന്ന് കുക്ക് ചെയ്യണം. നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഓരോ ജസ്റ്റ് 7 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് വേണം. വേവില്ലാതെ കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യത്തിലുള്ള വേവ് നമുക്ക് ലോ ഫ്ലെയിമിലിടുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് എണ്ണ ഒന്ന് സെറ്റാക്കി എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും എണ്ണ തട്ടുന്ന വരെ ഒന്ന് ഇതാക്കുക. ഇനി ഇതിൽ നമുക്ക് ചിക്കന് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പീസും നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ക്രംബ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം കരിഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമില്ല, നല്ല പോലെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലോങ് ടൈപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്താലും മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ഇതിൽ സ്പൈസി ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. നമ്മളിതിലൊരു കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഓവറായിട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷും കൂടിയാണ്. ചിക്കന് നമ്മൾ പല വെറൈറ്റി ടൈപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആരും ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എത്ര സോഫ്റ്റാണെന്നറിയോ? നല്ല സോഫ്റ്റാണിത് കഴിക്കാൻ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതുപോലെ നമുക്ക് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ഇനിയിപ്പോൾ ഈ കെച്ചപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മയോണീസ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി. നല്ല ടേസ്റ്റാണ്. ഈ മയോണീസിൻ്റെ കൂടെയും അതുപോലെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത് വരേക്കും ബൈ.